Hi friends, welcome back to our channel. രണ്ടാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 2 A piece of cake എന്ന് പറയുന്ന യൂണിറ്റിലെ വർക്ക് ബുക്കിൽ കുറച്ച് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ആ വർക്ക് ബുക്കിലത്തെ ആക്ടിവിറ്റീസ് ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ആക്ടിവിറ്റി 1. Somebody is hiding here. Join the dots to find out the hiding friend. അപ്പൊ എന്താണ് ഈ താഴെ ആരോട്ടം ഒളിച്ചിരിക്കുന്നുണ്ട്. ഹൈഡ് എന്ന് പറഞ്ഞാൽ ഒളിച്ചിരിക്കുക. അപ്പൊ join the dots to find out the hiding friend. അപ്പൊ എന്താണ് ഈ ഡോട്ട്സ് ജോയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പണ്ണ് ഇവിടെ അല്ലേ, then 2ക്ക് ജോയിൻ ചെയ്യുക. ഇത് എത്രമാത്രം നന്നായി കിട്ടുമെന്ന് അറിയില്ല, കൂട്ടുകാർ നല്ലപോലെ ചെയ്ത് നോക്കുക. then 2 കഴിഞ്ഞാൽ പിന്നെ എവിടേക്കാണ്, പിന്നെ 3ക്ക് ജോയിൻ ചെയ്യുക. 3 കഴിഞ്ഞാൽ പിന്നെ ഇതിക്കാണ് 4ക്ക് ജോയിൻ ചെയ്യുക. then 5ലേക്ക് ചെയ്യുക. then 6ക്ക് ചെയ്യുക. 6 കഴിഞ്ഞാൽ 7 ഇവിടെയാണ് വരുന്നത്. 7ലേക്ക് ജോയിൻ ചെയ്യുക. 7 കഴിഞ്ഞാൽ 8ലേക്ക് ജോയിൻ ചെയ്യുക. 8, 9, 10, 11, 12, 13, then 14 എവിടെ? 14, 15 എവിടെ? ഇവിടെയാണ്, മേലെയാണ്. 15 കൂട്ടുകാർ അപ്പൊ നല്ല ഭംഗിയിൽ ചെയ്യുക. ഇതിൽ ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. 50 കഴിഞ്ഞാൽ 60, 60 കഴിഞ്ഞാൽ 70, 70 കഴിഞ്ഞാൽ 80, 90, then 20 എവിടെ? 20, 21, 22, 23, 24, sorry, 23 കഴിഞ്ഞാൽ 24, 25, 26, 27, 28 എവിടെ? ഓക്കെ, 28, 29, 13 ഉണ്ടോ? ഇല്ല. അപ്പൊ ഇത് എന്താണ്, ആരാണ് ഹൈഡ് ചെയ്തിട്ടുള്ളത്? ഇതൊരു എലിഫന്റ് ആണ്. അപ്പൊ നമുക്ക് ഈ ജോയിൻസ് ഒക്കെ, ഈ ഡോട്ട്സ് ഒക്കെ ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എലിഫന്റ് കിട്ടും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2. ആക്ടിവിറ്റി 2 എന്താ? Have you ever seen a herd of elephant marching? Here is a song for you. Sing it aloud. Add more lines to it. അപ്പൊ കുറച്ച് എലിഫന്റ്സ് ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, മാർച്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ആ എലിഫന്റ്സ് എന്താ ഇങ്ങനെ സോങ്ങും കൂടെ, പാട്ടും കൂടെ പാടുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ആ പാട്ടൊന്ന് വായിച്ചു നോക്കാം, then അതിന്റെ അടിയിൽ ഫിൽ ചെയ്ത് നോക്കാം. അപ്പൊ എന്താണ് നമ്മുടെ സോങ് വരുന്നത്? Stomp, stomp, stomp around, elephants marching on the ground. Step in line, let's dance. 1, 2, 3, here we go. അപ്പൊ ഇതാണ് ഫസ്റ്റത്തെ. then രണ്ടാമത്തെ എന്താ? സ്റ്റോംപ് മാറ്റിയിട്ട് flap, flap, ears so wide, elephant swaying side to side. Step in line, let's dance. 1, 2, 3, here we go. ഓക്കെ, അപ്പൊ ചില ലൈൻസ് മാത്രമാണ്, ചില ലൈൻസിന്റെ വേർഡ്സ് ഒക്കെയാണ് മാറുന്നുള്ളൂ. അപ്പൊ അത് നോക്കുക, ശ്രദ്ധിക്കുക. Wave, wave, trunk up high, elephants walking on the ground. Step in line, let's dance. 1, 2, 3, here we go. അപ്പൊ ഇനി അടുത്തത് എന്താ? Wag, wag, tail so fast തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇതാ ഈ ലൈൻ തന്നെ എഴുതാം. elephant walking മാറിയിട്ട് നമ്മൾ climbing ആക്കി. elephant climbing up so fast. Step in line, let's dance. same line ആണ്. 1, 2, 3, here we go. അപ്പൊ ഇതും സെയിം ആണ്. അപ്പൊ ഇവിടെ മാത്രമാണ് എന്ത് നമ്മൾ മാറ്റം വരുത്തിയിട്ടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി 3 നോക്കി നോക്കാം. The elephant family ആണ്. അപ്പൊ ഈ ഫോട്ടോ കംപ്ലീറ്റ് അല്ല, ഈ ഫോട്ടോന്റെ ബാക്കി എന്താ? ബാക്കി പിക്ചർ ഇവിടെയും കൂടെ ഉണ്ട്. അപ്പൊ ഈ പിക്ചർ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എന്ത്, എത്ര കുട്ടികളാണ്, എത്ര എലഫന്റ് ആണ് എന്നൊക്കെ. നമ്മുടെ കഥ കേട്ടാലും നമുക്ക് മനസ്സിലാവും, ഈ ചിത്രം നോക്കിയാലും നമുക്ക് മനസ്സിലാവും. അപ്പൊ ആദ്യത്തെ ചോദ്യം, how many members are there in the family? ഈ ഫാമിലിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? നോക്കിക്കേ, 1, 2, 3,
അടിയിൽ നോക്കിക്കേ. 4, 5, 6 പേരുണ്ടല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? There are 6 members in the family. എന്താണ്? എത്ര ആൾക്കാരുണ്ട്? There are 6 members in the family. ഇനി അതിൽ ചോദിക്കാണ് how many children do the parents have? അപ്പൊ അതിൽ എത്ര പേരാണ് കുട്ടികള്? ഇവിടെ 2 ആള്, അപ്പുറത്തും 2 ആള്. അപ്പൊ എത്രയാ? 4 പേര്. The parents have 4 children. എത്ര കുട്ടികളുണ്ട്? 4 കുട്ടികളുണ്ട്. Okay. ഇനി next write the names of the children. അപ്പൊ ഈ കുട്ടികളുടെ പേര് എന്തൊക്കെയാണ്? അപ്പൊ ഈ ചിത്രത്തിൽ നോക്കിയാൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒരു കുട്ടി ആരാണ്? ബ്രൗണ്, ബേബി എലഫന്റ്. പിന്നെ ആരാ? പിന്നത്തെ ആളാണ് ഡെല്ല, ലൂക്ക്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. ബ്രൗണ്, ബേബി എലഫന്റ്, ഡെല്ല, ലൂക്ക്. ഇനി എന്താ? വാട്ട് ഈസ് ദ ലിറ്റിൽ വൺ കോൾഡ്? ഏറ്റവും ചെറുതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ദ ലിറ്റിൽ വൺ ഈസ് കോൾഡ് ബേബി എലഫന്റ്. ബേബി എലഫന്റ് എന്നാണ് ചെറിയ കുട്ടിനെ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇനി ആക്ടിവിറ്റി 4 നോക്കാം. The father elephant introduces himself and his family. Complete the sentences. അപ്പൊ എന്താണ്? ഫാദർ എലിഫന്റ് വീട്ടിലുള്ള ആൾക്കാരിനെയും ഫാദറിനെയും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പൊ ഫാദർ എലിഫന്റ് എന്താ പറയുന്നത്? ഹായ്, ഐ ആം ദ ഫാദർ എലിഫന്റ്. അപ്പൊ ഞാൻ ആരാണ്? ഞാനാണ് അച്ഛനാന എന്ന് പറയാണ്. ദിസ് ഈസ് മൈ. അപ്പൊ ആരിനെയാണ് കാണിച്ചു തരുന്നത്? വൈഫിനെയാണ്. ഇതാണ് എന്റെ ഭാര്യ. ദിസ് ഈസ് മൈ wife. Okay, this is Della. Della ആരാണ്? ഒരു കുട്ടിയാണല്ലേ. ഡെല്ലനെ കാണിച്ചാരാണ്? Dash my daughter. Dash my daughter. അപ്പൊ ഇവിടെ എന്താ വരിക? She is my daughter. അവളെന്റെ ഡോട്ടർ ആണ്. ഇനി അടുത്ത ആളെ കാണിക്കുകയാണ്. അടുത്തത് ആരായിരിക്കും? This is ആരാണ്? Brown. Dash my first son. അപ്പൊ ഇവിടെ she is എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എന്താ വരിക? He is. അവനാണ് എന്റെ മൂത്ത കുട്ടി. ഓക്കെ, ഇനി ആരാണ്? സെക്കൻഡ് ചൈൽഡിനെ കാണിച്ചു തരാണ്. Dash my second son. അപ്പൊ ഇവിടെ എന്താ വരിക? This is my second son. ഓക്കെ, ഇനി അടുത്തതിൽ എന്ത് വരും? അവന്റെ പേര് വരും അല്ലേ. His name is. എന്താണ് കുട്ടിയുടെ പേര്? ലൂക്ക്. ഓക്കെ, ഇനി അടുത്ത കുട്ടി ആരാണ്? This is. ആരാണ് ഇത്? This is baby elephant. ആരാണ്? This is baby elephant. Dash my third son. അപ്പൊ ഇവിടെ എന്താ വരിക? He is my third son. He is my third son. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 5 ആണ്. The baby elephant is talking to his friend. Complete the conversation. അപ്പൊ ബേബി എലിഫന്റ് എന്ത് ചെയ്യാണ്? ഫ്രണ്ടിനോട് സംസാരിക്കുകയാണ്. അപ്പൊ ആ കോൺവെർസേഷൻ കംപ്ലീറ്റ് ആക്കണം. അപ്പൊ ബേബി എലിഫന്റ് പറയുന്നുണ്ട് I am big. ഞാൻ വലുതാണെന്ന് പറയാണ്. അപ്പൊ ഫ്രണ്ട് എന്താ പറയുന്നത്? No, you are not. You are small. എന്താ? നീ വലുതല്ല. നീ എന്താണ്? നീ ചെറുതാണ്. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് നമുക്ക് നോക്കി നോക്കാം. I am tall. ഞാൻ നല്ല നീളമുണ്ട് എന്ന് ജിറാഫിനോട് നമ്മുടെ എലിഫന്റ് പറയാണ്. ബേബി എലിഫന്റ് പറയാണ്. അപ്പൊ എന്തായിരിക്കും ജിറാഫ് പറഞ്ഞിട്ടുണ്ടാവുക? No, you are not. You are short. അല്ല, നീ എന്താണ്? നീ ചെറുതാണ്. ഇനി അടുത്തത് റാബിറ്റിനോട് പറയാണ് I am lean. ഞാൻ എന്താണ്? മെലിഞ്ഞിട്ടാണെന്ന് പറയാണ്. അപ്പൊ റാബിറ്റ് എന്താ പറയുന്നത്? You are not lean. You are fat. എന്താണ്? നീ മെലിഞ്ഞിട്ടൊന്നല്ല, നീ തടിച്ചിട്ടാണെന്ന് പറയാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 6. I want an ice cream. The baby elephant said. അപ്പൊ ബേബി എലിഫന്റ് പറയാണ് എന്ത്? എനിക്ക് ഐസ്ക്രീം വേണം. No, the mother said. അപ്പൊ അമ്മ പറയാണ് വേണ്ട എന്ന് അമ്മ പറഞ്ഞു. No more ice creams, cakes and biscuits from today onwards. അപ്പൊ ഇന്ന് മുതൽ എന്താ? ഇന്ന് മുതൽ നിനക്ക് ഐസ്ക്രീമും ഇല്ല, കേക്കും ഇല്ല, ബിസ്ക്കറ്റും ഇല്ല എന്ന് പറയാണ്. The little elephant felt sad. അപ്പൊ എന്താണ്? ഈ ലിറ്റിൽ എലിഫന്റിന് നല്ല സങ്കടമായി. അപ്പൊ എന്തൊക്കെ ചിന്തയായിരിക്കും
ലിറ്റിൽ എലഫന്റിന്റെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവുക. അപ്പൊ അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് എഴുതി നോക്കാം. Mom said no more ice cream, cake and biscuit from today onwards. She wants to be thin. That's okay. She has a fat belly. അപ്പൊ എന്താണ് മോം അമ്മ പറഞ്ഞു ഇന്ന് മുതൽ ഐസ്ക്രീമും കേക്കും ബിസ്ക്കറ്റും ഒന്നും വേണ്ടാന്ന്. അമ്മയ്ക്ക് തിന്നാവണം, അമ്മയ്ക്ക് മെലിയണം. അപ്പൊ അമ്മയ്ക്ക് മെലിയണം, അമ്മ നല്ല തടിച്ചിട്ടാണ്, അതായിക്കോട്ടെ. പക്ഷെ ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യണേ? Let her avoid cake and biscuit. But why me? അപ്പൊ എന്താണ് അമ്മ വേണമെങ്കിൽ കേക്കും ബിസ്ക്കറ്റും ഒക്കെ ഉപേക്ഷിച്ചോട്ടെ, ഞാൻ എന്തിനാ അപ്പൊ ഇതൊക്കെ ചെയ്യണത്? I am very small. ഞാൻ നല്ല ചെറുതല്ലേ. I want to eat ice cream. എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് ഐസ്ക്രീം കഴിക്കണം. I shall ask dad to buy ice cream for us. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഡാഡിനോട് പറഞ്ഞിട്ട് ഐസ്ക്രീം മേടിക്കും. Will he buy? അച്ഛൻ മേടിക്കോ? Mom may scold him. ചിലപ്പോ അമ്മ എന്ത് ചെയ്യും? അച്ഛനും ചീത്ത പറയും. Anyway, I will ask him. എന്തായാലും ഞാൻ അച്ഛനോട് ചോദിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെയാവാം ഈ ബേബി എലഫന്റിന്റെ തോട്ടിലൂടെ കടന്നു പോയിട്ടുണ്ടാവുക. അപ്പൊ ഇതന്നെ എഴുതണം എന്നില്ല. കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? കൂട്ടുകാർക്ക് തോന്നുന്ന ചിന്തകള് കൂട്ടുകാർക്ക് എഴുതാം. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 7 ആണ്. The elephant kids like to eat many things. അപ്പൊ എന്താണ് ഈ ആനക്കുട്ടികൾക്ക് എന്താ ഒരുപാട് സാധനങ്ങൾ കഴിക്കാൻ ഇഷ്ടാണ്. What does the mother say? Complete the conversation. അപ്പൊ എന്തായിരിക്കും അമ്മ പറഞ്ഞിട്ടുണ്ടാവുക? Complete the conversation. അപ്പൊ എന്താണ് ഈ ആനക്കുട്ടി ചോദിക്കുകയാണ്, Can I eat some sweets? ഞാൻ കുറച്ച് സ്വീറ്റ്സ് കഴിച്ചോട്ടെ? അപ്പൊ അമ്മ No, you can't. വേണ്ടാന്ന് അമ്മ പറയാണ്. അപ്പൊ പിന്നെന്താ ചോദിക്കുന്നത്? പിന്നെ ചോദിക്കുന്നത് Can I eat vegetables? ഞാൻ വെജിറ്റബിൾസ് കഴിച്ചോട്ടെ? Yes, you can. അത് നീ കഴിച്ചോന്ന് പറയാണ്. May I buy a cake? ഞാനൊരു കേക്ക് മേടിച്ചോട്ടെ? അപ്പൊ അമ്മ എന്താ പറയാ? No, you can't. No, നീ മേടിക്കണ്ട എന്ന് പറയാണ്. ഓക്കെ, അപ്പൊ അതാണ് ആ ആക്ടിവിറ്റി. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 8 ആണ്. Do you know your weight and height? അപ്പൊ എന്താ കൂട്ടുകാർക്ക് നിങ്ങളുടെ വെയിറ്റും ഹൈറ്റും ഒക്കെ അറിയോ? Shall we measure them? Your teacher will help and prepare your health card. അപ്പൊ എന്താണ് കൂട്ടുകാർക്ക് ഹൈറ്റും വെയിറ്റും ഒക്കെ മെഷർ ചെയ്തിട്ട് ഹെൽത്ത് കാർഡിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നെയിം ഉള്ളവർക്ക് കൂട്ടുകാർ എന്ത് ചെയ്യുക? ഒരു കൂട്ടുകാരെ നെയിം എഴുതുക, ക്ലാസ് എഴുതുക. ഇതിപ്പോ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളതാണ്. നെയിം ഓഫ് ദ സ്കൂൾ, കൂട്ടുകാരുടെ സ്കൂളിന്റെ പേര് എഴുതുക. കൂട്ടുകാർക്ക് എത്ര വയസ്സാന്ന് വെച്ചാൽ അത് എഴുതുക. എന്നിട്ട് ഇപ്പൊ ഹൈറ്റ് നോക്കിയിട്ട് എത്ര കിട്ടിയെന്ന് വെച്ചാൽ അത് എഴുതുക. വെയിറ്റ് നോക്കിയിട്ട് എത്ര കിട്ടിയെന്ന് വെച്ചാൽ അതും എഴുതുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 9 ആണ്. The mother elephant has fixed a special menu for the family. What does she say about the food? Complete the conversation. അപ്പൊ അമ്മാണ് എന്ത് ചെയ്തിട്ടുണ്ട്? ഫാമിലിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മെനു തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അവർ തമ്മിൽ ഈ മെനുവുമായി ബന്ധപ്പെട്ടുള്ള സംഭാഷണമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്കത് ഫിൽ ചെയ്ത് നോക്കാം. What's for the breakfast? അപ്പൊ അമ്മ എന്താ പറഞ്ഞിട്ടുണ്ടാവുക? We have coconut and sugar cane. എന്തൊക്കെ ഉണ്ട്? കോക്കനട്ടും ഉണ്ട്, ഷുഗർ കെയിനും ഉണ്ട്. What's for evening tea? അപ്പൊ ഈവനിങ് ടീക്ക് എന്താണുള്ളതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ അമ്മ എന്താ പറഞ്ഞിട്ടുണ്ടാവുക? No tea today, let's drink bitter gourd juice. അപ്പൊ എന്താണ്? ഇന്ന് ചായ ഒന്നുമില്ല, ഇന്ന് എന്ത് ചെയ്യാം? bitter gourd juice, കൈപ്പക്ക ജ്യൂസ് കുടിക്കാം. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് എന്താ? അടുത്തത് ഒന്നും ചോദിക്കണില്ല, അത് നമ്മൾ എഴുതണം. ആൻസർ നോക്കി നോക്കാം. We have cucumber and coconut for dinner. ഡിന്നറിന് എന്തൊക്കെ ഉണ്ട്? കോക്കനട്ടും ക്യൂക്കമ്പറും ഉണ്ട്. അപ്പൊ എന്തായിരിക്കും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവുക? What for dinner? ഡിന്നറിന് എന്താണ്? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 10 ആണ്. Observe the picture carefully, find out the differences and write them down. എന്താണ് ഈ പിക്ചർ നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് എന്തൊക്കെ മാറ്റാന്ന് വെച്ചാല് ഇവിടെ എഴുതാം. എന്തൊക്കെയുണ്ട്? ഇപ്പൊ ഇവിടെ ക്ലോക്ക് ഇല്ല. then ഇവിടെ ടിവിയിൽ എന്താണ്? ഇവിടെ ടിവിയിൽ ചിത്രമുണ്ട്, ഇവിടെ ടിവിയിൽ ചിത്രമില്ല. പിന്നെന്താണ്? ഈ ഡോൾ ഇവിടെ ഇല്ല.
then ബുക്കിൽ എന്താ, ബുക്കില് വെവ്വേറെ ഫ്രൂട്ട്സ് ആണുള്ളത്. ഈ ചട്ടി എന്താ മറിഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ കുറെ വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ എന്താ ഫ്ലൈസ് ഉണ്ട്, ഇവിടെ ഫ്ലൈസ് ഇല്ല. അപ്പൊ അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതി നോക്കാം. പിക്ചർ 1 എന്താ, there is a clock on the wall. വരുമ്പോ എന്താ, ഒരു ക്ലോക്ക് ഉണ്ട്. അടുത്ത പിക്ചറിലാണെങ്കിലോ there is no clock on the wall. ചുമരിന്റെ മേലെ എന്താ, ക്ലോക്ക് ഇല്ല. ഇനി ഒന്നാമത്തേലാണെങ്കിലോ the TV is switched off. TV എന്താ, ടെലിവിഷൻ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. then രണ്ടാമത്തെ പിക്ചറിലാണെങ്കിൽ എന്താ, TV ഓൺ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ doll is on the floor. ഫ്ലോറിൽ എന്തുണ്ട്, ഒരു ഡോൾ ഉണ്ട്. രണ്ടാമത്തെ പിക്ചറിലാണെങ്കിൽ എന്താ, ഡോൾ ഇല്ല. no doll on the floor. ഓക്കെ, ഇനി അടുത്തതില് the book has pictures of grapes and banana. ബുക്കിൽ എന്തൊക്കെ പിക്ചേഴ്സ് ആണ്, ഗ്രേപ്സിന്റെയും ബനാനയുടെയും പിക്ചർ ആണ്. പക്ഷെ രണ്ടാമത്തെ പിക്ചറിലാണെങ്കിലോ the book has a picture of apple and mango. ആപ്പിളിന്റെയും മാംഗോന്റെയും പിക്ചർ ആണ്. ഇനി അടുത്തത് there are flowers on the tree. ട്രീയുടെ മേലെ എന്തുണ്ട്, അത് ഫ്ലൈസ് അല്ല, ഫ്ലവേഴ്സ് ആണ് അല്ലെ. ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് അടുത്തതിൽ എന്ത് എഴുതാം, there are no flowers on the tree. ട്രീയുടെ മേലെ എന്തില്ല, ഫ്ലവേഴ്സ് ഇല്ല. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 11 ആണ്. ഡു യു പ്രാക്ടീസ് എക്സസൈസ് എവറി ഡേ? ഹിയർ ആർ സം സിമ്പിൾ എക്സസൈസസ്. പ്രിപ്പയർ ഇൻസ്ട്രക്ഷൻ ഫോർ ഈച്ച് എക്സസൈസസ്. അപ്പൊ നമ്മുടെ ബോഡിക്ക് എന്താ, വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എക്സസൈസ് അഥവാ വ്യായാമം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഡെയിലി എന്ത് ചെയ്യുക, എക്സസൈസ് ചെയ്യുക. അപ്പൊ ആദ്യത്തെ സ്ട്രെച്ച് യുവർ ആംസ്. ആംസ് ഇങ്ങനെ പിക്ചറിൽ കാണുന്നത് പോലെ സ്ട്രെച്ച് ചെയ്യുക. രണ്ടാമത്തെ എന്താ, ബാക്കിലേക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ടാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, ബെൻഡ് ബാക്ക്വേർഡ്സ്. എന്താണ്, ബാക്കിലേക്ക് ബെൻഡ് ചെയ്യുക. then മൂന്നാമത്തെ പിക്ചറിൽ എന്താ, ബെൻഡ് ഡൗൺ ടു ദ ഫ്രണ്ട് ആൻഡ് ഹോൾഡ് ദ ആംഗിൾ. അപ്പൊ എന്താണ്, താഴേക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആംഗിള് പിടിക്കുന്നുണ്ട്. ബെൻഡ് ആൻഡ് ടച്ച് യുവർ ടോ. അടുത്തത് എന്താണ്, ബെൻഡ് ചെയ്തിട്ട് ടോ ടച്ച് ചെയ്യുക. ഓക്കെ, ഈ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചർ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈവന്റ് ഡിസ്ക്രൈബ് ചെയ്യണം. പിക്ചർ 1 എന്താണ്, അപ്പൊ ഈ പിക്ചർ ഒന്ന് കൂട്ടുകാരെ നോക്കി നോക്കാം. എന്നിട്ട് എന്താ, നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് പിക്ചർ 1 the mother elephant is stretching her hands. അപ്പൊ അമ്മ എന്ത് ചെയ്യാണ്, ഹാൻഡ് ഒക്കെ സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. the father elephant is taking pull-ups. അപ്പൊ എന്താ, അച്ഛനാണ് pull-ups എടുത്തോണ്ടിരിക്കുകയാണ്. one of the kid is swinging. അപ്പൊ ഒരു കിഡ് എന്താണ്, സ്വിങ് ചെയ്തോണ്ടിരിക്കുകയാണ്. the baby elephant is playing football. ബേബി എലിഫന്റ് എന്ത് ചെയ്യാണ്, ഫുട്ബോൾ കളിക്കുകയാണ്. അപ്പൊ അതാണ് പിക്ചറിൽ തന്നിട്ടുള്ളത്. സ്വിങ് ചെയ്യുന്നുണ്ട്, പുള്ളപ്സ് എടുക്കുന്നുണ്ട്. അങ്ങനെ ബേബി എലിഫന്റ് എന്ത് ചെയ്യുന്നുണ്ട്, കളിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് ആദ്യത്തെ പിക്ചറിൽ തന്നിട്ടുള്ളത്. രണ്ടാമത്തെ പിക്ചർ ഒന്ന് നോക്കി നോക്കാം. എന്താണ് രണ്ടാമത്തെ പിക്ചറിൽ തന്നിട്ടുള്ളത്, നമുക്ക് എഴുതി നോക്കാം. While the baby elephant is playing, the ball gets stuck in the tree. ട്രീയുടെ ഇടയിൽ എന്തായി, ബോൾ സ്റ്റക്ക് ചെയ്തു. He is looking at the ball. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബേബി എലിഫന്റ് ബോൾ നോക്കിയിരിക്കുന്നുണ്ട്. Della is lying on the ground tired. അപ്പൊ ഡെല്ല ടയേർഡ് ആയിട്ട് ഗ്രൗണ്ടിൽ കിടക്കുന്നുണ്ട്. Their mother is walking. The father elephant keeps on taking pull-ups. അപ്പൊ ഇതൊക്കെയാണ് നടക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം. ഫാദർ എലിഫന്റ് എന്താണ്, പുള്ളപ്സ് എടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഡെല്ല ക്ഷീണിച്ച് അവിടെ കിടക്കുന്നുണ്ട്. ബേബി എലിഫന്റിക്ക് എന്താണ്, ബോൾ അവിടെ സ്റ്റക്ക് ആയിട്ട് അത് നോക്കിയിരിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ അല്ലേ. നെക്സ്റ്റ് പിക്ചർ നോക്കി നോക്കാം. നെക്സ്റ്റ് പിക്ചറിൽ എന്താ, ബോൾ എടുക്കുന്നുണ്ട്. then എന്താ,
ഒരാളുടെ മേത്തേക്ക് അമ്മ എന്താ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്കത് എഴുതി നോക്കാം. The father elephant takes the ball using a stick. അപ്പൊ ഒരു വടി ഉപയോഗിച്ചിട്ട് അച്ഛനാണ് എന്താ ചെയ്യുന്നത്? ബോൾ എടുക്കുന്നുണ്ട്. The baby elephant is happy now. അപ്പൊ അത് ചെയ്തപ്പോ baby elephant നല്ല സന്തോഷായി. The mother elephant sprinkles water on Della's face. അപ്പൊ നേരത്തെ കിടക്കുന്നുണ്ടായിരുന്ന ഡെല്ലയുടെ ഫേസിലേക്ക് അമ്മ എന്ത് ചെയ്തു? വാട്ടർ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തു. One of the kid is also standing nearby. അപ്പൊ ഒരു കുട്ടി എന്താ അപ്പുറത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഈ 3 പിക്ചറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ആക്ടിവിറ്റി 3 എന്താണ്? ഡെക്കറേറ്റ് ദ കേക്ക് ആൻഡ് കളർ ഇറ്റ്. ഈ തന്നിരിക്കുന്ന കേക്ക് എന്ത് ചെയ്യുക? കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുള്ള കളർ വെച്ചിട്ട് കൂട്ടുകാർ കളർ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഫില്ല് ചെയ്യുക. പിന്നീട് കേക്കിൽ എന്ത് ചെയ്യുക? ഡെക്കറേറ്റ് ചെയ്യുക. ചെറിയൊക്കെ കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യുക? ഈ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുക. അപ്പൊ അത് കൂട്ടുകാർ ചെയ്ത് നോക്കുക. നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 14. അപ്പൊ ആക്ടിവിറ്റി 14 എന്താ പറയുന്നത്? We won't eat the cake. Let's keep it for guests, the mother said. The baby elephant felt very sad. അപ്പൊ അമ്മ ആന പറഞ്ഞു എന്ത്? നമ്മൾ കേക്ക് കഴിക്കുന്നില്ല, നമുക്ക് ഇത് എന്ത് ചെയ്യാം? ഗസ്റ്റിന് വേണ്ടി മാറ്റി വെക്കാന്ന് കേട്ടപ്പോ ഈ ബേബി എലഫന്റിന് നല്ല സങ്കടായി. He picked the mobile phone and called his grandma. അപ്പൊ എന്താണ്? ഫോൺ എടുത്തിട്ട് ഗ്രാൻഡ്മക്ക് വിളിക്കുകയാണ്. Write the conversation between grandma and the baby elephant. അങ്ങനെയാണെങ്കിൽ ഗ്രാൻഡ്മയും ബേബി എലഫന്റും തമ്മിലുള്ള കോൺവെർസേഷൻ എന്തായിരിക്കും? നമുക്ക് നോക്കി നോക്കാം. ആ ബേബി എലഫന്റ് എന്തോ പറയുന്നുണ്ട്. അപ്പൊ ഗ്രാൻഡ്മ ഹായ് മൈ ബേബി വാട്ട്സ് ദ മാറ്റർ. അവ എന്താണ് കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ ബേബി എലഫന്റ് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഗ്രാൻഡ്മ ഐ ആം സോ സാഡ്. മോം സെഡ് വി കാൻ't eat the cake you sent because it's for guests. എന്താണ്? എനിക്ക് നല്ല വിഷമത്തിലാണ് ഞാന്. അമ്മ എന്നോട് പറഞ്ഞു അമ്മൂമ്മ അയച്ചു തന്നിട്ടുള്ള കേക്ക് കഴിക്കാൻ പറ്റില്ല, അത് ഗസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വിഷമം പറയാണ്. അപ്പൊ ഗ്രാൻഡ്മ ചോദിക്കാണ് ഹായ് ബേബി വാട്ട്സ് ദ മാറ്റർ, എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. ബേബി എലഫന്റ് grandma I really want to eat it. I am very sad. എന്താണ്? എനിക്കത് എന്തായാലും കഴിക്കണം, എനിക്ക് വളരെയധികം വിഷമമുണ്ട് എന്ന് പറയാണ്. അപ്പൊ grandma yes I sent a cake. That's my gift for you all. എന്താണ്? ഞാൻ തന്നെയാണ് ആ കേക്ക് അയച്ചത്, അതെന്താണ്? എൻ്റെ ഒരു ഗിഫ്റ്റ് ആണെന്ന് പറയാണ്. ബേബി എലഫന്റ് but we can't eat it. പക്ഷെ എന്താണ്? ഞങ്ങൾക്ക് അത് കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഗ്രാൻഡ്മ എന്താ പറയുന്നത്? Don't worry my dear, I will send another cake just for you to eat and enjoy. അപ്പൊ എന്താണ്? ഞാൻ നിനക്ക് വേറെ ഒരു കേക്ക് അയച്ചു തരാം, നീ അത് കഴിച്ചോ, എന്നിട്ട് എൻജോയ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ആ കോൺവെർസേഷൻ അവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 14 ആണ്. The baby elephant slowly got down from the bed. Della saw his. Write the conversation between Della and the baby elephant. അപ്പൊ എന്താണ്? ബേബി എലിഫന്റ് മെല്ലെ കട്ടുമെന്ന് ഇറങ്ങാണ്. അപ്പൊ അത് ആര് കണ്ടു? അത് ഡെല്ല കണ്ടു. അങ്ങനെയാണെങ്കിൽ ഡെല്ല എലിഫന്റും ബേബി എലിഫന്റും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ്. Oh little one, are you getting out of bed already? Yes Della, I am feeling much better now and ready to play. അപ്പൊ എന്താണ്? നീ ഇപ്പൊ തന്നെ ബെഡ്മെന്ന് ഇറങ്ങിയെന്ന് ചോദിച്ചപ്പോ പറയാണ് yes Della, I am feeling much better now and ready to play. അപ്പൊ എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, എനിക്കിപ്പോ കളിക്കാനൊക്കെ പറ്റുമെന്ന് പറയാണ്. That's wonderful to hear. Just be careful as you move around. അപ്പൊ എന്താണ്? നീ പോകുമ്പോ എന്താണ്? ചുറ്റും കെയർഫുൾ ആയിരിക്കാന്ന് പറയാണ്. I will Della. Thank you for looking after me. അപ്പൊ ഡെല്ലനോട് താങ്ക് യു പറയാണ്, എന്നെ ഇങ്ങനെ നോക്കുന്നതിൽ നന്ദി എന്ന് പറയാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 16. At night, the mother elephant also was thinking about the cake. അപ്പൊ രാത്രി അമ്മ എന്താണ്? ഈ കേക്കിനെ പറ്റി ചിന്തിക്കുകയാണ്. Write down her thoughts. അപ്പൊ എന്തായിരിക്കും അമ്മയുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന thoughts, ചിന്തകള്? Oh, that's delicious cake. I can still taste its sweetness on my tongue. അപ്പൊ എന്ത് നല്ല ടേസ്റ്റ് ഉള്ള കേക്ക് ആയിരിക്കും അത്. എന്റെ നാവിൽ ഇപ്പോഴും അതിന്റെ ടേസ്റ്റ് വരികയാണ്. I wonder if there is any left. I should have saved a slice for later. It was just too tempting.
Perhaps I can bake another one tomorrow, even bigger and more delicious. I can already imagine the aroma filling the air. Yes, a cake is exactly what I need to make this night perfect. അപ്പൊ എന്താണ് ഇപ്പോഴും എന്റെ നാവിൽ ആ രുചി ആ ടേസ്റ്റ് പോകുന്നില്ല. എനിക്ക് ഭയങ്കര കഴിക്കാൻ തോന്നുന്നുണ്ട്. എന്താണ് ഞാൻ ഇങ്ങനത്തെ ഒരെണ്ണം നാളെ തന്നെ ഉണ്ടാക്കും. ഇതിനേക്കാൾ ഡെലീഷ്യസ് ആയിട്ടുള്ളത് ഞാൻ ഉണ്ടാക്കും. ഈ കേക്കിന്റെ മണാണ് ഫുൾ എയറിൽ നിൽക്കുന്നത് എന്നൊക്കെ അങ്ങനത്തെ ചിന്തകളൊക്കെയാണ് ഈ അമ്മയുടെ മനസ്സിൽ കൂടെ പോയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 17 ആണ്. Here are some dialogues from the story. Who said these? Write the names of the character below each box. അപ്പൊ എന്താണ് കുറച്ച് ഡയലോഗ്സ് തന്നിട്ടുണ്ട്. അപ്പൊ അത് ആരാന്ന് പറഞ്ഞെന്ന് വെച്ചാല് അവരുടെ പേരെഴുതാം. We need to eat less and work more. നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് കഴിച്ചിട്ട് നന്നായി അധ്വാനിക്കണം. അപ്പൊ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആരാണ്? ഫാദർ എലഫന്റ് ആണ്. സ്റ്റോറി ഒന്നും കൂടി വായിച്ചാൽ കൂട്ടുകാർക്ക് മനസ്സിലാവും. Cake is the secret of my energy. അപ്പൊ ഇത് പറഞ്ഞിട്ടുള്ളത് ആരാണ്? ഡെല്ല. നെക്സ്റ്റ്, മോം can we watch television? മോം ഞാൻ ടെലിവിഷൻ കണ്ടോട്ടെ എന്ന് ആരാ ചോദിച്ചു? ബേബി എലഫന്റ്. It is a sponge cake. അതാരാ പറഞ്ഞേ? മദർ എലഫന്റ് ആണ് അങ്ങനെ പറഞ്ഞത്. The flowers on it are made of sugar. അപ്പൊ ഇതാരാ പറഞ്ഞേ? അതിലുള്ള ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഷുഗർ വെച്ചിട്ടാണ് പറഞ്ഞത്. ആരാ? ലൂക്ക് ആണ്. അപ്പൊ സംശയമുള്ള കൂട്ടുകാര് ഒന്നും കൂടി വായിച്ചു നോക്കാം. Okay, നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 18 ആണ്. You have read the song If You Meet an Elephant, how will you sing it? If you meet another friend, add more lines to the song. അപ്പൊ എന്താണ് നമ്മള് പീസ് ഓഫ് കേക്ക് എന്ന് പറയുന്ന ലെസന്റെ കൂടെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള ലെസൺ ആണ് If You Met an Elephant എന്ന് പറഞ്ഞിട്ടുള്ള ആ ലെസണ്. അപ്പൊ അതിലെന്താ ഈ ഫ്രണ്ടിനെ മീറ്റ് ചെയ്തിട്ടുള്ള അതിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. അപ്പൊ താഴെ എന്താ? താഴെ കുറച്ച് fill ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കത് fill ചെയ്ത് നോക്കാം. If you meet an elephant on a sunny day, what would you do? What would you say? I would say, good morning, elephant. How do you do? I'm glad to meet you, elephant. I would like to dance with you. അപ്പൊ ഒരു ദിവസം ഒരു സണ്ണിയുടെ എലഫന്റിനെ കണ്ടുമുട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എന്ത് പറയും? I would say, ഞാൻ എന്ത് പറയും? ഞാൻ പറയും, good morning, elephant. How do you do? I'm glad to meet you, elephant. I would like to dance with you. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? ഗുഡ് മോർണിംഗ് പറയും. നിന്നെ കണ്ടതിൽ സന്തോഷമുണ്ട്. എനിക്ക് നിന്റെ കൂടെ ഡാൻസ് കളിക്കാൻ താല്പര്യമുണ്ട് എന്നൊക്കെ ഞാൻ പറയും എന്ന് പറഞ്ഞിട്ട് ഈ നെക്സ്റ്റ് കുറച്ച് എന്താണ് ഗ്യാപ്പ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഫിൽ ചെയ്യണം. If you meet an elephant on a sunny day, what would you do? What would you say? I would say, good morning, elephant. How do you do? I'm glad to meet you. I would like to dance with you. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഈ എലഫന്റ് മാറ്റിയിട്ട് നമുക്ക് റാബിറ്റിന് എഴുതാം. അതുപോലെ അങ്ങനെ ഓരോരുത്തരും നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഇനി ആക്ടിവിറ്റി 19 ആണ്. Some food habits are given below. Draw suitable emoji in each box. Eating fruits and vegetables എന്താണ്? നല്ലൊരു ഹാബിറ്റ് ആണ്. അപ്പൊ നമ്മൾ ചിരിക്കുന്ന ഇമോജി ഇട്ടു. Not eating meals. മീൽസ് കഴിക്കാണ്ടേ ഇരിക്കുന്നത് എന്താണ്? ചീത്ത ആക്ടിവിറ്റി ആണ്. അപ്പൊ നമ്മൾ വിഷമുള്ള ഇമോജി ഇട്ടു. ഓക്കെ, ഡ്രിങ്കിങ് പ്ലെന്റി ഓഫ് വാട്ടർ എന്താ? നല്ലൊരു കാര്യമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ചിരിക്കണ ഇമോജി ഇടണം. ടോക്കിംഗ് വൈൽ ഈറ്റിംഗ് എന്താണ്? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ സംസാരിക്കുന്നത് എന്താണ്? ഒരു ചീത്ത കാര്യമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഒരു ഇങ്ങനത്തെ ഹാപ്പി അല്ലാത്ത ഇമോജി വരയ്ക്കുക. ഈറ്റിംഗ് ടു മച്ച് എന്താണ്? ചീത്ത ശീലാണ്. അപ്പൊ അതും നമ്മൾ എന്ത് ചെയ്യാ? ഹാപ്പി അല്ലാത്ത ഇമോജി. ഈറ്റിംഗ് ടു ഫാസ്റ്റ് പെട്ടെന്ന് കഴിക്കുന്നതും നല്ലതല്ല അല്ലെ. ദെൻ വാച്ചിങ് TV വൈൽ ഈറ്റിംഗ് എന്താണ്? ഭക്ഷണം കഴിക്കുമ്പോൾ TV കാണുന്നത് എന്താ? പൊട്ട സ്വഭാവമാണ്. അപ്പൊ അതും ഹാപ്പി അല്ലാത്ത ഇമോജി. വേസ്റ്റിംഗ് ഫുഡും എന്താണ്? ചീത്ത കാര്യമാണ്. Okay, activity 20 എന്ന് പറയുന്നത് which food item do you like the most? അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ഫുഡ് ഏതൊക്കെയാണ്? Color the circles having the names of them. അപ്പൊ അതിന്റെ നെയിംസ് വരുന്നത് എന്ത് ചെയ്യുക? ഇങ്ങനെ കളർ ചെയ്യുക. Add your favorite food also. അപ്പൊ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാന്നൊക്കെ വെച്ചാല് അതൊക്കെ ഇവിടെ എഴുതി കൊടുക്കുക.
then activity 21 ആണ്. നമുക്ക് നോക്കി നോക്കാം. I think ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റി എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ എന്താ, some events of the story Lily and the bear are given below. Arrange the events in the order using the arrow marks. അപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഇത് നമ്മൾ എന്ത് ചെയ്യണം, arrow marks വെച്ചിട്ട് എന്ത് ചെയ്യണം, ഇത് എന്ത് ചെയ്യണം, fill ചെയ്യണം. Okay. Lily saw the footprints of a bear. അപ്പൊ ഇനി ഇതെന്താ, she saw a bear in the forest. അപ്പൊ ഇത് തന്നിട്ടുണ്ട്. ആക്ച്വലി ഈ ലെസൺ നമ്മൾ എടുത്തിട്ടില്ല, നമ്മൾ ഓൾറെഡി ഇത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പൊ ആ ലെസണിലത്തെ ഒരു ആക്ടിവിറ്റി ആണ് ഇത്. അപ്പൊ ഇതും കൂടി നമുക്ക് ഈ വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, she saw a bear in the forest. അപ്പൊ അത് കഴിഞ്ഞാൽ ഏതിക്കാ വരിക, അപ്പൊ ആ ലെസൺ എടുത്ത കൂട്ടുകാർക്ക് മനസ്സിലാവും. The bear challenged Lily. അത് കഴിഞ്ഞാൽ ഏതാ, can you take the honeycomb? Then next ഏതാ വരിക, Lily crushed on the bun. Okay, then അത് കഴിഞ്ഞാൽ take your teddy. Then take your teddy കഴിഞ്ഞാൽ പിന്നെ നേരെ the bear was carrying Bella. Then അത് കഴിഞ്ഞാൽ നേരെ ഏതാ വരിക, the bear threw Bella and rushed towards the honeycomb. അപ്പൊ ഇങ്ങനെയാണ് വരിക. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ആ ലെസൺ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഇത് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് നമുക്ക് ഈ ലെസണിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.